K. Okay. L. Okay. Fastly take out. Here, listen to your teacher. Read out some sentences about the picture. Write true or false for the statements you hear. Here, nothing is given. Work in pairs. Look at this. Next, think and write. Complete the sentences about the story with the words of your own choice. Last, N എന്നുള്ളതാണ് അല്ലേ? കേവരെടുത്തു. Okay, N. Take N. Yes, sir. Complete the sentences. Ali was a dash man. Ali was a Poor man. Okay. Very good. Next, he was very happy when dash. എപ്പോഴാണ് happy? Laugh. Okay, ഒരു അപ്പം കിട്ടിയപ്പോഴാണ് അവന് സന്തോഷമായത് അല്ലേ? Next, he went to and in to dash. Get some soup. Okay. Next, fourth question. The innkeeper was a dash. Rude man. Get some soup. Next, tried to dash. Capture the flavor from the Sixth one. In the end, the innkeeper must have felt dash. Shame. Okay. Now, did everybody write and send the notes to me? ആരൊക്കെ ഇനി നോട്ട്സ് ബാക്കി അയക്കാനുള്ളത്? തന്നിരിക്കുന്ന അത്രയും നോട്ട്സുകൾ എഴുതി ടെക്സ്റ്റ് ബുക്കിലോ നോട്ട് ബുക്കിലോ എഴുതി അയക്കണം എന്ന് പറഞ്ഞു അല്ലെ? കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. ഓക്കെ, അതിനകത്ത് ചിലത് എഴുതണ്ട, അത് മിസ് അയച്ചിട്ടില്ല. ഓക്കെ, so the notes that I have sent to you, you should check the numbers A, B, C, D like that properly, and then you have to write in your textbook or notebooks. You can write in textbook, which you can write there itself, and the question answers and on you have to write in your notebook. Anyway, some students already have sent, some not, many students have already sent, but still some students have not yet sent. So students, those who have not yet sent should send the notes today itself. No excuse for that. Miss, അയച്ചുതന്ന നോട്ട്സ് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു. ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത് ഏകദേശം തീരാറായിരുന്നു. ഏകദേശം എല്ലാ കുട്ടികളും തന്നെ അയച്ചു. ഇനി കുറച്ച് പേരൂടെ അയക്കാനുണ്ട്. അയച്ചു തരാനുള്ളവര് ടെക്സ്റ്റ് ബുക്കിലും നോട്ട് ബുക്കിലും കൂടി എഴുതിയിട്ട്, ടെക്സ്റ്റ് ബുക്കിൽ എഴുതാൻ പറ്റുന്ന അത്രയും ടെക്സ്റ്റ് ബുക്കിലേക്ക് എഴുതുക, ബാക്കിയുള്ളത് നോട്ട് ബുക്കിൽ തന്നെ എഴുതി മിസ്സിന് ടുഡേ സെൽഫ് മീൻസ് ഇന്ന് തന്നെ അയച്ചിരിക്കണം. മിസ്സിന്റെ വാട്സ്ആപ്പ് നമ്പറിൽ അയക്കണം, ക്ലാസ് ഗ്രൂപ്പിലല്ല. മനസ്സിലായ മക്കളെ? ഒരു എക്സസൈസും ഇല്ല അതിനകത്ത്. ക്രിസ്റ്റി ലിപിനാൻഡോള്, ഡിഡ് യു സെൻഡ് ദ നോട്ട്സ് ക്രിസ്റ്റി? ക്രിസ്റ്റിക്കുട്ടാ, many students have sent, but few students did not send. Okay, now sound varavaane എന്തോ മിസ് എത്രാമത്തെ പേജ്? എന്റെ പുസ്തകത്തിലെ പേജ് ആയിരിക്കില്ല. നെക്സ്റ്റ്, മോന്റെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് അല്ല മിസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത്. അത് മിസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോൾ പേജ് നമ്പർ 12 ആണ്. 11 is over. Next, 11. Nice words to say. Please take a nice words to say. Next one, we know that there are many nice words for while we talk.
We can use many nice words. What is the meaning of nice words? Nice words means the words that we use while talking to please others. നമ്മൾ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നല്ല വാക്കുകൾ സംസാരിക്കണം അല്ലേ? നല്ല വാക്കുകൾ സംസാരിക്കണ്ടേ? എല്ലാവരും നല്ല വാക്കുകൾ സംസാരിക്കുന്നവരാണോ? ആണോ? ഗുഡ്. പക്ഷെ ചിലവരുണ്ടല്ലോ ഞാനൊന്നും ചെയ്യില്ല. മിസ്റ്റർ സൗണ്ട് കുറവാ. ഇത്ര സൗണ്ടേ വരുള്ളൂ മാനെ, തൊണ്ട പൊട്ടുന്നു. മോനെ ഫോണിന് എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാകും മോനെ, ബാക്കി എല്ലാവർക്കും കേൾക്കുന്നുണ്ട് ക്ലിയർ ആയിട്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ആരൊക്കെ അങ്ങനെ മമ്മിമാരോട് റൂഡായിട്ട് സംസാരിക്കുന്നവരുണ്ട്? തേർഡ് സ്റ്റാൻഡേർഡിലെ ബിസി those who talk to mummy, papa, brother, sister, grandma, and all rudely. One is showing like this way. What about the others? If you are talking rudely, show like this way. If you are talking good words, show like this way. നല്ല വാക്ക് സംസാരിക്കുന്നവർ ഇങ്ങനെ കൈ കാണിക്കുക, ഇങ്ങനെ നല്ല വാക്ക് സംസാരിക്കുന്നവര്. റൂഡായിട്ട് പോ മമ്മി, എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ ചെയ്യൂല എന്നൊക്കെ പറയുന്നില്ലേ? അങ്ങനെയുള്ളവർ ഇങ്ങനെ കാണിച്ച റൂഡ്. those who talk rudely. Oh, third standard students are good children. മമ്മിമാർ അടുത്തിരിപ്പുണ്ട്, ഞാനൊന്ന് ചോദിച്ചോട്ടെ. മമ്മിമാരുണ്ട് അടുത്ത്? മമ്മിമാര് പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെ റൂഡായിട്ടാണോ ഫുഡായിട്ടാണോ സംസാരിക്കുന്നത്? എനിക്ക് നല്ല കുട്ടിയാ, പറഞ്ഞാലനുസരിക്കും. മിസ് പറയുന്നത് കേൾക്കുന്നില്ല. Okay, your mothers are telling that you are good children, you are talking very nicely, you are not talking any rude words to family members. Very good. എന്താ കുട്ടി? നമ്മളെ ക്ലാസ് കട്ടായി പോവാണോ? Okay, sir. Now, do you know what are the good words? നല്ല വാക്കുകൾ, നൈസ് വേർഡ്സ് എന്തൊക്കെയാണെന്ന് അറിയാമോ? Thank you. Welcome. Please. Sorry. These are very nice words. If you unknowingly or knowingly, if you have done any mistakes, you have to ask sorry. How many of you will ask sorry to mummy? Let me hear. മമ്മിയോട് സോറി ചോദിക്കുന്നവർ എത്ര പേരുണ്ട്? സോറി പറയുന്നവരൊന്ന് കൈ പൊക്കിക്കേ. ഞാൻ ചോദിക്കും, അല്ലാണ്ട് മമ്മിമാരെ ഇന്ന് ഫോൺ വിളിക്കും, ചോദിക്കും സോറി ചോദിക്കാറുണ്ടോന്ന്. കള്ളത്തരം പറയില്ല, ചോദിക്കാറുണ്ട് അല്ലേ? ഓക്കെ, ഗുഡ് ചിൽഡ്രൻ, വെരി ഗുഡ്. ഓക്കെ, ഇഫ് anybody gives you anything, what you will say? Thank you. Thank you. Very good. Do you say Thank you? Thank you. ആരെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കഴിയുമ്പോൾ do you say thank you? Thank you. Sorry? Do you ask sorry if you do any mistakes? Yes. Yes, good. Okay, so please, thank you, I am sorry are such nice words to say to your teacher and your friends for what they do each day. So you will have contact with your parents, brothers, sisters, uncles, aunties, grandparents, neighbors, friends and all, isn't it? So every day we come in. Please mute yourself and keep. Please don't unmute unnecessarily. If you want to say anything, only you have to unmute. Okay. So every day we come in contact with many people. Means we have so many friends, we have family members and all.
and we should ask sorry if you have done any mistakes. You should say thank you to a person who helped us, and you have to request if you want anything from them and all. So please, thank you, and I am sorry are such nice words to say to your teacher and your friends for what they do every day, so each day. Please, I need some crayons now. I thank you, sorry, I thank you if I may. So if you want anything, how you will ask to other others, sir? Please, will you give me pencil? Please, will you give me your pen? Please, will you give me an eraser? Please, will you give me your notebook? Have you asked? If you want anything, നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചോദിക്കും? Please give me a rubber. Give me a rubber. Eraser. Okay. Finish. Please give me pencil. Okay, everybody should say a sentence now. ഇപ്പൊ എല്ലാവരും ഓരോരോ സെന്റൻസ് പ്ലീസ് കൂട്ടിയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. പ്ലീസ് ഗീവ് മീ എ പെൻസിൽ, പ്ലീസ് ഗീവ് മീ എ ബുക്ക്, പ്ലീസ് ഗീവ് മീ യുവർ ടെക്സ്റ്റ് ബുക്ക്, പ്ലീസ് കം ഹിയർ, ലൈക്ക് ദാറ്റ് വേ. So first start from Afla. Afla, please start. Please തുടങ്ങിയ സെന്റൻസ് പറഞ്ഞേ. പറമോനെ please. Please give me pencil. Very good. Amana kutti, Amana mutte, please. Para. Please give me eraser. Please give me a Eraser. Rubber. rubber eraser. Okay, good. Malavika, please unmute fastly. Unmute eduthu para. Please give me a book. Please give me a book. Eric Augustine, please. Erica. Please give me a pen. Please give me a pen. Okay. Don't repeat. If a sentence has said by any other students, you have to send a new. You have to say a new sentence. Okay, Dominic, please. English. Please give a sharpener. Very good. Sharpener. Very good. Nafi. Please give me bag. Very good. And Shri Radish. Please give me some water. Very good. Ifra. Please give me scale. Okay. Alan Thomas. Please open the door. Please open the door. Very good. Hannah. Hannah ran in the door. Unmute and say. Please give me a step. Give me a. Please give me a step. മനസ്സിലായില്ല മുത്തേ. Please give me a വരെ മനസ്സിലായി. Please give me a textbook. Textbook. Very good. Next Anika കുട്ടി. Please give me a balloon. Balloon. Very good. Christy Libin. Please give me a book. Very good. Christy Libin, please tell us. Crayons. Unmute and say മുത്തേ. കേട്ടില്ലല്ലോ ചക്കരെ. മോന്റെ ഫോണിന് സൗണ്ടിന് എന്താ പ്രശ്നമുണ്ടോ? Okay, Christy Libin is facing a network issue, I think. Anaha Suresh. Please give me chocolate. Chocolate. Very good. ഞങ്ങൾക്ക് തരണേ. Sinan.
Please unmute and say. Very Say, unmute. Please give me ball. Please give me ball. Okay, Muhammad T. Muhammad T. Please give me pencil. Please give me a. Next to Tessa Maria. Please give me rubber. Rubber. Jewel Maria Jomon. Please give me some water. Vinya. Please give me paper. Paper. Okay, Kurian. Kurian Joseph. Please give me some cake. Some cake. അവിടെ ഒരു ചോക്ലേറ്റ് ഉണ്ട്, കേക്ക് ഉണ്ട്. ഷെയർ ചെയ്യണം കേട്ടോ. ഞങ്ങൾ എല്ലാവരും ഉണ്ട്. നെക്സ്റ്റ് ഋഷികേശ്. ഋഷികേശ്, can you hear? Unmute, please. ഒന്നുകൂടി പറ മോനെ, കേട്ടില്ലടാ. Please give me a crayon. Please give me a crayon. Okay. Did everybody say? Anybody left? ആരെങ്കിലും ലെഫ്റ്റ് ആയോ? പറയാനുണ്ടോ? എല്ലാവരും പറഞ്ഞില്ലേ? ക്രിസ്റ്റി ലിബിന് പറയാൻ പറ്റുന്നുണ്ടോ? ക്രിസ്റ്റി ലിബിന് പറഞ്ഞത് കേട്ടില്ലായിരുന്നു. എന്റെ ഫോണിന്റെ എന്തോ ചെറിയ ഇഷ്യൂ കാരണം. ക്രിസ്റ്റി കുട്ട. Please give me cycle. വെരി ഗുഡ്. ക്രിസ്റ്റി കുട്ടൻ പറഞ്ഞേ. ഫിനാൻസ് ഉണ്ട്. ഇനി ക്രിസ്റ്റി പോയോ? പാവം. ഓക്കെ, ശരി. I hope. Please give me a rubber band. മതി മതി. ഹന്നമ്മ ഇപ്പൊ എത്രാമത്തെയാ? Okay. So please, I need some crayons now. I thank you if I may. Thank you. അപ്പൊ ആരെങ്കിലും തന്നു കഴിയുമ്പോൾ നമ്മൾ താങ്ക് യു പറയും. And I am sorry I did not hear. അയ്യോ, ഞാൻ കേട്ടില്ല, സോറി കേട്ടോ. I did not hear. What is that you say? I didn't hear what you said. Sorry. നമ്മൾ സാധാരണ പറയണ്ട ആരെങ്കിലും എന്തെങ്കിലും. I am very, very sorry. I am very, very sorry. Please, thank you and I am sorry are such nice words to say. Try them once and try them twice. You will like to talk that way. So we should practice it in our life. Always you should say thank you, sorry, please. ഇതിൽ എത്ര പേര് മമ്മിമാരോട് സോറി പറയാറുണ്ട് എന്തെങ്കിലും കുത്തക്കേട് ഒപ്പിച്ചു കഴിയുമ്പോ? ഞങ്ങൾ അങ്ങനെയൊന്നും പറയാല്ല അല്ലെ? Some are raising the hand. Okay. How many of you say thank you to mummy? Mummy is doing so many works for you. Mummy, papa, brother, sister, grandpa, and all are doing so much work, so much help they are doing for you. And how many of you say thank you to them? Thank you, mommy. ഇപ്പൊ മാത്രം പറഞ്ഞാ പോരാ. Thank you, mom. Thank you, mom. You should say for every help that they do for you. ഓരോ ഹെൽപ്പ് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോ ഹെൽപ്പിനും നമ്മൾ താങ്ക് യു പറയണം. They are making breakfast for you. They are making lunch for you. They are making supper for you. Tea, snacks. They are washing your clothes. Send it. They are doing so much of help for you. So you should thank your mother, father, grandparents, brothers, sisters and all. അതിന് പകരം എന്ത് ചെയ്യും? എപ്പോഴും പോയിട്ട് അടി കൂടും അല്ലേ? ചേട്ടനോടും ചേച്ചിയോടും അനിയനോടും അനിയത്തിനോടൊക്കെ അടി കൂടാറില്ലേ താങ്ക് യു പറയുന്നതിന് പകരം? Try them once and try them twice. You will like to talk that way. So നമ്മൾ എപ്പോഴും നല്ല രീതിയിൽ സംസാരിക്കണം. So once again, Anaga Suresh, what are the 3 nice words to say? എന്തൊക്കെയാണ് നമ്മുടെ 3 words? Nice words. Thank you. So sorry.
Please. Sorry and Please. please. Okay. Welcome. Okay, dears. Here, next Monday you will have yes. Next Monday you have English. See it. At that day you will have a test. And then the first lesson a test on dago. So questions are true or false. The section A and H. This all you have to study. Okay, put a tick mark for that. A and H. നന്നായിട്ട് പഠിച്ചിരിക്കണം. You should not make any mistake. Those who get full marks out of how much? 5 plus 6, 11. Yes or no എന്നുള്ള ആൻസർ ഇല്ലേ? That you should study for a test. Next page number 9. No need to shout at your mummy. You just mark in your test book. Amma aadinde മോളെ test book mark ചെയ്തേ. അത് അൺമ്യൂട്ട് ചെയ്തിട്ടാണ് അമ്മേനെ വിളിച്ചോണ്ട് ബോളം വെക്കുന്നല്ലേ? You reached in 3rd standard, not in LKG. Okay, so you can mark in textbook and next H. That both are for test. Okay, പഠിക്കണം കേട്ടോ. And you should get full mark. Those who get full mark, I will give a gift for you. Teacher, annadi pareva. A and H. Okay. Then I will send it in the WhatsApp group. Message I will send in the WhatsApp group. Those who get full out of full, you will get a prize from me. How many of you want to get a gift from me? Only one student need a gift. 2 students. 2 പേർക്ക് മതിയോ? 3 പേർക്ക് മതിയോ? എനിക്ക് വേണം. You should study. Simply will not. If you get full mark, you will get prize. Otherwise, no prize. എനിക്ക് വേണം. Okay. എനിക്ക് വേണം. Peter. Gift. എനിക്കും. Peter. ഏതാ വേണ്ടേ? ആരും മിണ്ടുന്നില്ലേ? ഏതാ വേണ്ടേ? ഗിഫ്റ്റ് വേണോ ബീറ്റ് വേണോ? Study well. If you want to beat, no need to study. I will give beat. Okay. Take next page fastly. ഇത് മിസ് വാട്സാപ്പിൽ സെൻഡ് ചെയ്യാൻ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതിയാൽ മതി കേട്ടോ. Next lesson is all about my homework. നമുക്കൊരു വർക്ക് ബുക്കും കൂടി ഉണ്ടല്ലേ? Do you have work book with you? English work book? English ഒരു വർക്ക് ബുക്ക് കിട്ടിയിട്ടില്ലേ? And today did you send? How many of you have sent the cursive writing? എത്ര പേര് cursive writing എഴുതി അയച്ചു മിസ്സിന്? ഞാൻ അയച്ചു. Those who write the cursive writing today itself should write and send me before 4 o'clock. Okay? Yes. Weekly 2 pages. നമുക്കിപ്പോൾ Thursday എന്നുള്ളത് Friday ആക്കി നമ്മുടെ ക്ലാസ് അല്ലേ? അപ്പോൾ Thursday എഴുതിയില്ലാലും കുഴപ്പമില്ല, Friday എഴുതിയാൽ മതി. Weekly 2 pages you should write and send to me. മിസ് ചിലവരോട് ചില കറക്ഷൻസ് പറയാറുണ്ട്. അത് next time should not repeat. You should write with a pencil only. Don't use a pen in cursive writing.
ഒരിക്കലും പെൻ ഉപയോഗിച്ച് കർസീവ് റൈറ്റിംഗിൽ എഴുതില്ല, കാരണം ചില കുട്ടികൾക്ക് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്. സോ ഇഫ് യു ആർ റൈറ്റിംഗ് വിത്ത് പെൻ you cannot rub it and you cannot rewrite it, but if you are writing with pencil you can rub and rewrite. Okay, അയക്കാത്തവർ ഇന്ന് വൈകുന്നേരം അയക്കണം കേട്ടല്ലോ. അതിന് എല്ലാ ദിവസവും പറയണ്ട, ആഴ്ചയിൽ 2 ദിവസം കർസീവ് റൈറ്റിംഗിന്റെ പേജിൽ അല്ല നീറ്റായിട്ട് എഴുതി. Number 12, understanding the poem. Please mute yourself, all of you, and then listen. Dominic, please mute yourself and then listen. Yeah, fill in the blanks with the correct options. The poet says dash and dash. Please, first one endana? Please or hey. Thank you, keep quiet, and I am sorry, I am right. Idil edakkiyana correct vandirikkunnu? First one, the first dash le please. Put a tick mark for please. Please. Do you have pencil with you? ഈ പാട്ട് മാത്രമേ. Can you hear everybody? എല്ലാവർക്കും കേൾക്കാമോ മിസ് പറയുന്നത്? Yes. 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 Page number 12. Nice words to say എന്നുള്ളതിന്റെ എക്സസൈസ് ആണ് നമ്മൾ ചെയ്യുന്നത്. Yeah. First dashil 2 options have been given, please and hey. So which one we will use? Please. Right, please. Please. Please എഴുതാൻ. So എഴുതണ്ട, അവിടെ ടിക്ക് ചെയ്താൽ മതി. Next. Thank you or keep quiet. Keep quiet എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശബ്ദം ഉണ്ടാക്കിയിരിക്കുക. എന്താ പറഞ്ഞ അറിയിക്ക? കറക്റ്റ് പറഞ്ഞു. മിണ്ടാതിരിക്കുക. മിണ്ടാതിരിക്കാൻ പറയും അല്ലേ? പറയാറുണ്ടോ അങ്ങനെ? ഇന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോന്ന് പറയല്ലേ? ആരൊക്കെ പറയും ഇവിടെ? ശബ്ദം ഉണ്ടാക്കാതിരിക്കുക. ശബ്ദം ഉണ്ടാക്കാതിരിക്കുന്നതിനും ഓക്കെ, അതും പറയും. ക്ലാസ്സിൽ നിങ്ങൾ ബഹളം വെക്കുമ്പോൾ കീപ്പ് ക്വയറ്റ് എന്ന് പറയും. പിന്നെ അമ്മയൊക്കെ വഴക്കുണ്ടാക്കുമ്പോൾ വഴക്കുണ്ടാക്കുമ്പോഴല്ല, നിങ്ങൾ എന്തിനേലും വഴക്ക് പറഞ്ഞ് കുട്ടികളെ കാണിക്കുന്നതിന് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കീപ്പ് ക്വയറ്റ് മമ്മി, ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല എന്ന് പറയും അല്ലേ? ഇല്ലേ? മിടുക്കറാണല്ലോ. സ്റ്റാൻഡേർഡിലെ മക്കളൊക്കെ നല്ല പിള്ളേരാണ് എന്നോട് പറഞ്ഞത്. ഓക്കെ, ഗുഡ് ചിൽഡ്രൻ ആണ്. ആരും അങ്ങനെ പറയുന്നില്ലല്ലോ. സത്യമല്ലേ? ഞാൻ ചോദിക്കും അമ്മമാരോട്, എല്ലാവരോടും ഫോൺ വിളിച്ച് ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പം പിന്നെ ഓക്കെ. സോ ഏതാണ് കറക്റ്റ് അവിടെ? താങ്ക് യു. സോ പുട്ട് ടിക്ക് മാർക്ക് ഫോർ താങ്ക് യു. Thank you. I am sorry, I am right. Which one is correct there? I am sorry. So put a tick mark for sorry. I am sorry. Do you mark the answers? മുഹമ്മദ് ജി വെറുതെ ഇരിക്കുന്ന പോലെ തോന്നുന്നു, മോൻ എഴുതുന്നുണ്ടോ? Next, are the rude or polite words to say? ഇതിലേതാണ് കറക്റ്റ്? rude ആണോ polite ആണോ? Polite. Polite. Put a tick mark for polite. P-O-L-I-T-E. Polite. We can say these words to our dash. Teachers and friends, tables and chairs. ഇത് ആരോടാ പറയുന്നേ? Teachers and friends. Teachers and friends. Tables and chairs നോട് പറയുമോ? Teachers and friends. Teachers and friends. Very good. Teachers and friends. Next. For the things that they dash do or do not do for us every day. Teachers and friends, for the things that they do for us every day. Do. Do or do. മിസ് വീണ്ടും വാട്സപ്പിൽ ഒന്നുകൂടി ഇട്ട് തരും കേട്ടോ ഇതിന്റെ ആൻസേഴ്സ്, കാരണം ആബ്സെന്റ് സ്റ്റുഡൻസിന് നോട്ട് ഇത് കിട്ടത്തില്ല. ഓക്കെ, we can say dash when we borrow crayons from our friends. ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് crayons വാങ്ങുമ്പോൾ നമ്മൾ എന്താ പറയണ്ടേ? Please. Please. Okay, please. Put a tick mark for please. And dash for dash when you when they lend them to us. നമുക്ക് അവർക്ക് സാധനം തരുമ്പോൾ നമ്മൾ എന്താ പറയണ്ടേ? താങ്ക് യു. Thank you. Next, if we don't hear what someone says, just say
I am glad or I am sorry? I am sorry. I am sorry. മോനെ സിനങ്കുട്ടാ ഫസ്റ്റാ ആദ്യത്തെയാണോ? 1, 2, 3, 4, 5. Teachers and friends. Teachers and friends. Next. മോനെ ഇനി ബാക്കി വാട്സാപ്പിൽ ഇട്ട് തരാം. ഒന്ന് മോനെ മോൻ പറയുന്ന മിസ്സിന് ശരിക്കും കേൾക്കുന്നില്ല. എന്തോ നെറ്റ് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു സീനാന്. മിസ് വാട്സാപ്പിൽ ഇട്ട് തരാം കേട്ടോ മുത്തേ. മിസ്സേ കേൾക്കുന്നില്ല. Could you please repeat that? I'm sorry. Could you please repeat that? If you try using these words, you will like or not like to talk that way. You will like to like like. Next B, pick the correct answers. The poem is about talking politely or having fun at the party. മോനെ ഡൊമിനിക് മോനെ നെറ്റ് പ്രോബ്ലം ഉണ്ടായിട്ടാണ് തോന്നുന്നു കേൾക്കാത്ത. ഇനി വാട്സാപ്പിൽ ഡൊമിനിക് മിസ് വാട്സാപ്പിൽ അയച്ചു തരാം കേട്ടോ. നോട്ട്സ് എല്ലാം വാട്സാപ്പിൽ ഇടും. ഇനിയിപ്പോ അവിടെ നോക്കി എഴുതും കേട്ടോ. Okay. First one B. First one is talking politely. A is the correct answer. Put a tick mark there. And B. Sorry. Second one. Please, thank you, and I am sorry are words to be used to get things done when we talk. When we talk. B is the answer. So put a tick mark for B. And then third one, we use please when we use dash. Make a request, give an order. Make a request. Make a request. A is the answer. Yeah. Next, fourth one. Talking to someone politely will make them happy or sad. Happy. Happy. Okay. Next, write the rhyming words of your choice for each of these words from the poem. നമത്തെ മനസ്സിലായില്ല മുത്ത് പറഞ്ഞത്. സിനാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യ് പ്ലീസ്. Talking politely. A is the answer. First one, sir. മാർക്ക് ചെയ്തോ സിനാനെ? മോൻ ഒരു കാര്യം ചെയ്യും. മിസ് വാട്സപ്പിൽ ആൻസേഴ്സ് എല്ലാം അയച്ചുതരാം. മോൻ പറയുന്നത് മിസ്സിന് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല മുത്തേ. മിസ് വാട്സപ്പിൽ ഇട്ട് തരാം കേട്ടോ. ചക്കരേ സിനാൻ കുട്ട ഇവിടെ ശ്രദ്ധിക്കും. മിസ് പറയുമ്പം അത് ശ്രദ്ധിക്ക്. ഇതാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടാത്ത. സിനാൻ കുട്ട മിസ് വാട്സപ്പിൽ ഇന്ന് ഇട്ട് തരും. അപ്പോൾ പുസ്തകത്തിൽ മാർക്ക് ചെയ്യുക. കാരണം മിസ് പറയുമ്പോൾ മോൻ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ പിന്നെ കിട്ടൂല. പിന്നെ സെക്കൻഡ് വൺ തേർഡ് വൺ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ റിപ്പീറ്റേഷൻ ആവുകയാണ് കേട്ടോ മുത്തേ. നെക്സ്റ്റ് സി. ഈ പോയതിൽ നോക്കിയിട്ട് നമ്മള് റിപ്പീറ്റ് ചെയ്യുന്ന വേർഡ്സുകൾ നോക്കുക. പ്ലീസ്, ചീസ്, അതായത് റൈമിംഗ് വേർഡ്സ്. നൈസ്, നൈസിന് ചേരുന്ന വേർഡ്സ് വേറെല്ലുണ്ടോ? നൈസ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ഓക്കെ മിസ് വാട്സപ്പിൽ അയച്ചു തരാം കറക്റ്റ് ആയിട്ട് കേട്ടോ. ക്രിസ്റ്റിക്കുട്ട കലാപരിപാടി. ദാറ്റ്, സാറ്റ്. Don't write now. Don't write that, sat, such, much. Say, pay, say, pay. Cry, cry. Okay. ഇത്രയും മിസ്
വാട്സപ്പിൽ അയച്ചു തരാം. മക്കൾ വിഷമിക്കണ്ട, ഇന്ന് അയച്ചു തരും കേട്ടോ. അപ്പൊ അത് നോക്കി ആ ടെക്സ്റ്റ് ബുക്കിലേക്ക് ഒന്ന് എഴുതിയാൽ മാത്രം മതി. എന്നിട്ട് അതിന്റെ ഫോട്ടോ അയച്ചു തരണം കേട്ടോ. സോ only 2 more minutes are left. We will continue in the next class. A new lesson will be started and before that may have test. സിനാൻ കുട്ടിനെ ഒന്നും ചെയ്യണ്ട, പാവ, അവനൊന്നും നുള്ളൊന്നും വേണ്ട കേട്ടോ. അവൻ നല്ല മോനാ, അവൻ നല്ല മുത്ത അല്ലേ? ഓക്കെ, ഗുഡ് ബോയ്. Okay. So in the next class, first we will have a test, then we will have a lesson start. My home, your home. It's a nice story. Nallൊരു സ്റ്റോറിയാണ് കേട്ടോ. Then I said everybody to read and send the voice clip. And still some students have not read and sent the voice clip. എന്ത് പറ്റി? ലെസൺ വായിച്ചിട്ട് ആ വോയിസ് മിസ്സിന് അയച്ചു തരണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ഒരു പാരഗ്രാഫ്, ചെറുതാണെങ്കിൽ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് ആലിയുടെ ലെസണില് ഇനി അയച്ചു തരാനുള്ളവർ അതൊക്കെ ചെയ്യണം. എനിക്ക് ഇങ്ങനെ ഹോംവർക്ക് പറഞ്ഞിട്ട് ചെയ്യാത്ത മക്കളെ ഒന്നും എനിക്ക് ഇഷ്ടമല്ല. എഴുതാൻ പറഞ്ഞ എഴുതണം, വായിക്കാൻ പറഞ്ഞ വായിക്കണം കേട്ടോ. Daily you have 2 or 3 periods only, so then you are free afterwards, so you can done the homeworks and all. Homeworks can be done by this time. Okay, bye bye. Be good children. So ready Thank to you, get miss. from this? Thank you. That means you should get a full mark for the test. Otherwise, Thank you, miss. okay. Thank you, teacher. Thank Thank you, miss. ഗിഫ്റ്റിന് പകരം എന്ത് കിട്ടും? Thank you, teacher. Thank you. Okay, bye. Love you.